വർഷത്തെ ക്രിസ്മസ് എക്സാമും ഈ വർഷത്തെ കെമിസ്ട്രി എക്സാമും നമ്മൾ പൊളിക്കും. റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലോ എന്തൊക്കെ പഠിക്കണം സാർ, ഏതൊക്കെ പഠിക്കണം സാർ, ഏതിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സാർ എന്ന് മനസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ചോദ്യമുയർന്ന കുട്ടികളിലെ ഇടയിലേക്കാണ് ഈ വീഡിയോ ചെന്നെത്താൻ പോകുന്നത്. എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് റിഡോക്സ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ കെമിസ്ട്രി പരീക്ഷയുടെ പുതിയ ഒരു എന്തായിരിക്കും, ഒരു നാഴികക്കല്ലായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പൊ നേരെ നമുക്ക് പോകാം. റിഡോക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയാം. ഈ ഒരു 2 കാര്യത്തിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. ഏതൊക്കെയാണ് 2 കാര്യം? റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്റ്റ്, അല്ലെ? അഭികാരകവും ഉൽപ്പന്നവും എന്താണ് എന്ന് അറിയണം. അതറിയാത്തതായിട്ട് ഒറ്റ കുട്ടികളും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനമാണോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസുകളെയാണ് നമ്മൾ റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരകം എന്ന് പറയുന്നത്. ഈ റിയാക്ടൻസ് അല്ലെങ്കിൽ അഭികാരകം എല്ലാം കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അത് പഴംപൊരി ഒക്കെ വെച്ച് ഉദാഹരണം വെച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ മാർക്ക് തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് ഏതായിരിക്കും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് സംരക്ഷണ നിയമം നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചിരിക്കണം. കാരണം ഈ ഒരൊറ്റ ലോ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് എക്സാമ്പിൾസുകളിലൂടെയാണ് ഈ ഒരു ലോ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിർബന്ധമായിട്ടും മനസ്സിൽ കുറിച്ച് വെച്ചോളം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ മാസ് സംരക്ഷണ നിയമം. രണ്ടാമതായിട്ട് ഏകദേശം 3 മുതൽ 4 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ സമീകൃത രാസസമവാക്യം എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എത്ര ലൈവ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിഡോക്സ് പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര ലൈവ് എടുത്തിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ ഇത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കിലൂടെയാണ് നമ്മൾ ഇത് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. ഇനി അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ഇനി എത്രയും പെട്ടെന്ന് അറിയണമെങ്കിൽ നമ്മളെ പഴയ ലൈവുകളിലൊക്കെ നിങ്ങൾക്ക് അത് കാണാം. റിഡോക്സ് പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട എജുപോർട്ടിന്റെ ലൈവുകളൊക്കെ നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. മാത്രമല്ല, അത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ലൈവില് വരിക. ഓക്കെ, ഇനി അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളെ കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് സമീകൃത രാസസമവാക്യം. റെഡി? അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് റിഡോക്സ് പ്രവർത്തനം അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ഓക്സിഡേഷനും അതേപോലെ തന്നെ റിഡക്ഷനും കൂടി ചേരുമ്പോഴാണ്, അഥവാ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് ഒരു റിയാക്ഷനിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൽ വരുമ്പോഴാണ് അതിനെന്ത് വിളിക്കുക മക്കളെ? റിഡോക്സ് എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നോക്കൂ, റിഡക്ഷന്റെ റെഡ്, ഓക്സിന്റെ ഓക്സ്, ഇതൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ, റെഡ് ഓക്സ്, അതാണ് റിഡോക്സ്. മനസ്സിലായോ? അപ്പോ ഓക്സീകരണവും നിരോക്സീകരണവും ഒരുമിച്ച് ഒരു രാസപ്രവർത്തനത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ എന്ന്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി എന്താണ് ഓക്സിഡേഷൻ? നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഇവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെടൽ, ഇലക്ട്രോൺ നേടൽ. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 3 മാർക്ക് മുതൽ 7 മാർക്ക് വരെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി. അതേപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഓക്സികാരി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇനി അവസാനം 1 മാർക്കിനുള്ള ഒരു ടോപ്പിക് ഉണ്ട്, റിഡോക്സ് റിയാക്ഷൻ ഇൻ ഡെയിലി ലൈഫ്. അല്ലെ, റിഡോക്സ് പ്രവർത്തനം നിത്യജീവിതത്തിൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് നമുക്കറിയാം. റെസ്പിറേഷൻ അഥവാ ശ്വസനം, കമ്പഷൻ അഥവാ ജ്വലനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്സിഡേഷൻ, റിഡക്ഷൻ അഥവാ ഓക്സീകരണം, നിരോക്സീകരണം, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്. ശരിക്കും ഇത് 4 കൂടി ഒരുമിച്ച് ഒറ്റ ക്വസ്റ്റ്യൻ്റെ അകത്താണ് വരിക.
അതാണ് രസം. ഏതൊക്കെയാണ് വരിക? ഒന്ന് ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സീകരണം, നിരോക്സീകരണം, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി, ഓക്സികാരി. ഇതൊന്നാകെ ഒറ്റ ക്വസ്റ്റ്യനിൽ വെച്ചിട്ടായിരിക്കും 4 മാർക്കിന് ചോദിക്കുക. ആ ഒരൊറ്റ കാര്യമാണ് നമ്മളിവിടെ തെളിയിക്കാൻ പോകുന്നത്. അതായത് മക്കളെ ശ്രദ്ധിക്കൂ, H2 + Cl2 എന്നൊരു ഇക്വേഷൻ തന്നു വിചാരിക്കാം. ഇതിനെ നമ്മൾ 2HCl. ഓക്കെ, എന്നിട്ട് മക്കളോട് ചോദിക്കും, ഇതില്ല ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് എന്ന് ചോദിക്കും. ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത് എന്ന് ചോദിക്കും. ഓക്കെ, ഇനി ആർക്കാണ് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചത്. ആർക്കാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിച്ചത് ആർക്കാണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആരാണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോക്സികാരി ആരാണ് എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. കേട്ടോ, ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും മക്കളെ ഓർത്തു വെച്ചോളൂ. റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഉണ്ടെങ്കിൽ ഈ ഒരു 4 ക്വസ്റ്റ്യൻ നമ്മളോട് നിർബന്ധമായിട്ടും അവർ ചോദിച്ചിരിക്കും. 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കിനോ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു വരുത്. അപ്പൊ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്ന് സാർ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഇപ്പൊ ഹൈഡ്രജൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇവിടെ 0 ആണ് ഓക്സിഡേഷൻ, ക്ലോറിനും ഒറ്റയ്ക്കാണ് അവിടെ 0. ക്ലോറിൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് -1 +1 കേട്ടോ. ഇതിനെ നമ്മൾ ഈസി ആയിട്ട് ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അടിപൊളി ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പഠിച്ചത്. അച്ഛനാക്ക് കാല്, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഓ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കൂടുതൽ അറിയണോ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണോ, ലൈവിൽ വന്നോടി, ഇന്ന് നമ്മൾ തകർക്കും കേട്ടോ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ ഇവിടെ 0 ആണ്. ആ 0 ഉള്ള സാധനം ഇവിടെ എത്തിയപ്പോഴേക്ക് +1 ആയി. ശരിക്കും 0-യിലുള്ള ഹൈഡ്രജൻ ഇവിടെ എത്തിയപ്പോഴേക്ക് +1 ആയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കൂ, ക്ലോറിൻ്റെ ഇവിടെ 0, ഇവിടെ ക്ലോറിൻ്റെ -1. അപ്പൊ 0-യിൽ നിന്ന് -1 എന്ന് പറയുമ്പോൾ കുറയാണ്. അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത് അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ടോപ്പിക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ ആയി. പിടിച്ചോളി. ഇനി നമ്മൾ പതുക്കെ ഇതിന്റെ ആൻസർ ചെയ്യാൻ പോവാണ്. ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ് മക്കളെ? വൺ ആൻഡ് ഓൺലി ഹൈഡ്രജൻ ആണ് സംഭവിച്ചത് അല്ലെ? ആർക്കാണ് സംഭവിച്ചത്? ഹൈഡ്രജൻ ആണ് സംഭവിച്ചത്. റെഡി? ഇനി ആർക്കാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിച്ചത്? ക്ലോറിൻ ആണ് നിരോക്സീകരണം സംഭവിച്ചത്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ. ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഓക്സിഡേഷൻ സംഭവിച്ചത് ആരാണോ അയാൾ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഇതിന്റെ നേരെ അപ്പുറത്ത് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്സിഡേഷൻ ആരാണോ സംഭവിച്ചത് അയാൾ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. നേരെ കൂടെ ഓക്സിഡേഷൻ സംഭവിച്ച ആൾ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. ഇവിടെയും ഹൈഡ്രജൻ ആണ് വരിക. ഇനി ആർക്കാണോ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം സംഭവിച്ചത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ്. അവിടെ ഓക്സിഡേഷൻ, റെഡ്യൂസിങ് ഏജന്റ് അല്ലെ? ഓക്സിഡേഷൻ കണ്ടാൽ റെഡ്യൂസിങ് ഏജന്റ്, ഇവിടെ റിഡക്ഷൻ കണ്ടാൽ ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷനും ഓക്സിഡേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആരായിരിക്കും വരിക? ക്ലോറിൻ ആണ് വരിക. ഒന്നുകൂടി പറയാണ്, ഓക്സിഡേഷൻ ആര് സംഭവിച്ചോ അയാളായിരിക്കും റെഡ്യൂസിങ് ഏജന്റ് അല്ലേ? റിഡക്ഷൻ ആർക്ക് സംഭവിച്ചോ അയാൾ ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. ഈ ഒരു റൂട്ടിൽ പഠിച്ചാൽ ക്ലിയർ ആയിട്ട് 4 മാർക്ക് നമുക്ക് റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചാപ്റ്ററിൽ അടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് അല്ലെ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. ക്രിസ്മസ് എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എജുപോർട്ടിന്റെ അടിപൊളി ലൈവുകൾ ഇങ്ങനെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കെമിസ്ട്രി എക്സാം നമ്മൾ പൊളിക്കും. കൂടുതൽ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട്, ഷോർട്ടായിട്ട്, ട്രിക്കി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ലൈവിലേക്ക് വരിക. ഇനി ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതേ തന്നെ കൂട്ടുകാരികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.